ഷിജോ, അതിനുശേഷം തോമസ് ഐസക് കൂടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേഷ് പിഷാരടിക്കെതിരെ നടത്തിയ കോമാളി പരാമർശത്തിൽ ഐസക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാവുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് അല്ലേ? അതെ കാശ്മീർ, അതിനകത്ത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ് താൻ ഉന്നയിച്ചത്. കോമാളി എന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേഷ് പിഷാരടിയെ വിളിച്ചതിൽ അദ്ദേഹത്തിന്, അതായത് രമേഷ് പിഷാരടിക്ക് മനോവിഷമം ഉണ്ടാക്കിയെന്ന് താൻ മനസ്സിലാക്കുന്നു. അതിൽ ആ പരാമർശത്തിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് തോമസ് ഐസക് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ് താൻ ഉന്നയിച്ചത്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ കലയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമായിരുന്നില്ല. അതിന് കൃത്യമായിട്ട് ലോകത്ത് എന്ത് സംഭവിച്ചാലും അതിനെ CPM ഇടതുമുന്നണി കൃത്യമായിട്ട് എതിർക്കാറുണ്ട്, അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. അതിനെ രാഷ്ട്രീയ വിമർശനമായിട്ടാണ് കാണേണ്ടത്. സാധാരണക്കാരൻ്റെ ആവശ്യത്തിനൊപ്പം മറ്റു ലോകത്തെ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വലിയ തരത്തിലുള്ള അക്രമത്തിന് ഇരയാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ ബോധ്യമാണ്. ആ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്നുകൊണ്ട് ഒരു തമാശ രൂപേണ പറയുന്നത് ശരിയല്ല, അത് രാഷ്ട്രീയമല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനെ ഒരു കോമാളി പരാമർശമായിട്ട് താൻ പറഞ്ഞതാണ്. അതിൽ ഈ പറയുന്ന രമേഷ് പിഷാരടിക്ക് ഒരു മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തോമസ് ഐസക് പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പരാമർശം പിൻവലിക്കുന്നു. പക്ഷേ അത് പറഞ്ഞത് രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയ വിമർശനമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ പോരാ, നമ്മളെ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി തോമസ് ഐസക് മറുപടിയായിട്ട് പറയുന്നുണ്ട്. കാശ്മീർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.